ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. വലിയ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് കഴിഞ്ഞൊരു 3-4 മാസം മുമ്പേ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസം അവസാനത്തോടെ നമ്മുടെ മുന്നിലേക്ക് വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഏകദേശം 1 കോടി രൂപയോളം ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് 3 പേരെ നിയോഗിച്ച് ഉണ്ടാക്കിയ ആ റിപ്പോർട്ട് ഒരുപാട് ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് അത് ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിയത്. ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിയതോടെ ഞെട്ടലോടെ ആളുകൾ ചില കാര്യങ്ങൾ കണ്ടു. ഞെട്ടലെന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന്. പക്ഷെ അതൊക്കെ ഒരു രേഖയായി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഞെട്ടൽ നമ്മൾക്കുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വലിയ ചർച്ചയാണ്. ഞാൻ അടക്കമുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റുള്ളവർ പറഞ്ഞത് മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത്. മലയാള സിനിമയ്ക്ക് വലിയ മാറ്റം വരാൻ പോകുന്നു. ഇന്ത്യൻ സിനിമയ്ക്ക് വലിയൊരു ഉദാഹരണം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി മലയാള സിനിമയുടെ ചരിത്രം ഹേമ കമ്മിറ്റിക്ക് ശേഷവും ഹേമ കമ്മിറ്റിക്ക് മുൻപും എന്ന രീതിയിലൊക്കെ എഴുതപ്പെടും. കുന്തം, കൊടച്ചക്രം എന്തൊക്കെയായിരുന്നു. അവസാനം പവനായി ശവമായി എന്ന് പറയുന്ന അവസ്ഥയാണ്. ശവമായി എന്ന് മാത്രമല്ല, ശവസംസ്കാരവും കഴിഞ്ഞ് 16 അടിയന്തരം കഴിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ ആ റിപ്പോർട്ട്. ഒരു ചൂടുമില്ല, ഒരനക്കവുമില്ല, ഒരു സംസാരവുമില്ല, ഒരു ചർച്ചയുമില്ല. ഇനിയിപ്പോൾ ചെയ്യാവുന്നത് ആ റിപ്പോർട്ട് പുരാവസ്തു വകുപ്പിന് കൈമാറാം. ഇങ്ങനെ ആ റിപ്പോർട്ട് ഒരു പ്രാധാന്യവുമില്ലാതെ പോകുന്നതിൽ പങ്കുവഹിച്ച ഏതാനും ചില വ്യക്തികളുണ്ട്. അവരെ കുറിച്ചാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. വളരെ റീസെൻ്റായി നിങ്ങളൊരു വാർത്ത കേട്ട് കാണും. പല നടന്മാർക്കെതിരെയും ആരോപണം ഉന്നയിച്ച ഒരു ഇര പരാതിയൊക്കെ പിൻവലിച്ച് സ്ഥലം കാലിയാക്കി. ഇപ്പോൾ ഉത്സവവും കഴിഞ്ഞു, കൊടിയിറക്കവും കഴിഞ്ഞു, കമ്മിറ്റിക്കാരും പിരിഞ്ഞുപോയി, നാട്ടുകാരും പിരിഞ്ഞു. പൊഴിഞ്ഞ ഉത്സവപ്പറമ്പും വലയായി ചർച്ചകളൊക്കെ. ഏതൊക്കെ പ്രമുഖ നടന്മാർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അവരെല്ലാം സേഫായി. ചർച്ച ചെയ്തവന്മാരൊക്കെ മണ്ടന്മാരാക്കി. പരാതി കൊടുത്തവര് അവരെ വഴിക്ക് പോയി. സത്യത്തിലെ ഈ ചർച്ച നടക്കുമ്പോൾ വളരെ ഭയത്തോടെ കണ്ടിരുന്ന ഒരു കാര്യം തന്നെ. ഞാനത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ 1-2 റിയാക്ഷൻ വീഡിയോയിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്ന ഇരകൾ, 1, ആരോപണത്തിൽ കണമില്ലാതിരിക്കുക, 2, ആരോപണങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. അങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് അനുഭവിക്കേണ്ടി വരുന്നത് യഥാർത്ഥ ഇരകളെയായിരിക്കും, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നീതി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഇരകളായിരിക്കും. ഇവരൊന്നും ഇരകളല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ തെളിയിക്കപ്പെടാത്തിടത്തോളം കാലം നമുക്ക് അവർ ഇരകളായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. പക്ഷേ അവർ നടത്തിയ ആരോപണത്തിന്റെ രീതികൾ, അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പല പോയിന്റുകളും പൊളിച്ചെടുക്കപ്പെട്ടത്, ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിനപ്പുറം നീതിക്ക് വേണ്ടിയുള്ള ശ്രമം നടത്താതിരുന്നതൊക്കെ ഈ പറയുന്ന ശരിയായ നീതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഇരകൾക്കൊക്കെ ഒരു 8ന്റെ പണി കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ഇതിലാദ്യമായിട്ട് ഒരു വ്യാജ ആരോപണം എന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് നിവിൻ പോളിക്കെതിരെ വന്ന ആരോപണമായിരുന്നു. അന്ന് ആരോപണം ഉന്നയിച്ച ആ ഇര ഒരു ലോജിക്കൽ അല്ലാത്ത രീതിയിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ആളുകൾക്ക് അവരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. നമ്മൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ തല ചകിടിച്ചു പോകുന്ന രീതിയിലായിരുന്നു ഇവരുടെ വെളിപ്പെടുത്തൽ. നിവിൻ പോളിക്ക് ക്ലീൻ ചിറ്റ് കിട്ടി. പിന്നെ തുടക്കം മുതൽ എഴുതി തള്ളപ്പെട്ടതുകൊണ്ട് കുഴപ്പമില്ല. എങ്കിലും ആരോപണം ഉന്നയിക്കുന്നവരുടെ വിശ്വാസത്തെ കൂടി അത് ബാധിച്ചു. രണ്ടാമത് ഒരു സ്ത്രീ വന്നു. അവര് ആദ്യം നടന്റെ പേര് വ്യക്തമായിട്ട് പറയാതെ ചില ആരോപണം ഉന്നയിച്ചു. അവസാനം സോഷ്യൽ മീഡിയയിലുള്ളവർ, മാധ്യമങ്ങളിലുള്ളവരൊക്കെ ലോജിക്കലായി ആലോചിച്ച് വന്നപ്പോൾ അത് ഏത് സിനിമയാണെന്നും ഏത് താരമാണെന്നും മനസ്സിലാക്കി. പക്ഷെ പിന്നീട് ഈ സ്ത്രീ ആ നടനുമായിട്ട് സൗഹൃദമാണെന്നും അതുകൊണ്ട് തന്നെ ആരോപണം ഉന്നയിക്കാൻ പറ്റില്ല. പിന്നീട് അവർ വന്ന് ആരോപണം ഉന്നയിക്കുന്നു. അവസാനം ഈ നടൻ തന്നെ ഇവർ പറഞ്ഞ ആരോപണങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്ന രീതിയിൽ മറുപടി പറയുന്നു. പിന്നെ എങ്ങും വന്നാത്ത രീതിയിൽ ആ കേസും പോയി. അവരെ ഇപ്പോൾ കാണാനില്ല. എല്ലാ ദിവസവും ചാനലിൽ വന്നിരുന്ന് ചർച്ചയായിരുന്നു, വെളിപ്പെടുത്തലായിരുന്നു. ഇപ്പോൾ അതും ഏകദേശം കെട്ടടങ്ങിയിട്ടുണ്ട്. പിന്നെയും കുറച്ചുകൂടി നിന്നിരുന്ന ഒരു ചർച്ചയായിരുന്നു കുറേയധികം നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ചൊരു നടിയുടെ നീക്കം. ഒരു ദിവസം കുറേയധികം നടന്മാരുടെ പേരുമായിട്ട് വന്നു. ആ സമയത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കത്തി നിൽക്കുന്ന സമയമാണ് ചർച്ച. അപ്പോൾ ഇത് വളരെയധികം സീരിയസ് ആയിട്ട് ആളുകൾ എടുത്തു. ഒരു പുതിയ വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നു എന്ന രീതിയിൽ ആളുകൾ അത് ചർച്ച ചെയ്തു, മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. ഇതിനിടയിൽ ഡോക്ടർ അരുൺകുമാർ അവരെ ചോദ്യം ചെയ്ത് അവരുടെ ഡോക്ടറേറ്റൊക്കെ പൊളിച്ചടിക്കിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഇവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടാനുള്ള ഒരു സംഭവം ഉണ്ടായി. അത് സ്മൃതി പരുത്തിക്കാട്, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട് എന്ന വാർത്താധിഷ്ഠിത ഡിസ്കഷൻ ഷോയിൽ വെച്ച് ഈ പെണ്ണ് കാണിച്ചൊരു പരിപാടിയാണ്. നിയമം അനുസരിച്ചിട്ട് ഒരു പെണ്ണ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ ഇരയുടെ പേരും അവരുടെ രൂപവും വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. അല്ല, അവരുടെ അഡ്രസ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മുഖം വ്യക്തമാക്കാതെ ആയിരിക്കും കാണിക്കുന്നതെന്ന് സ്മൃതി പറഞ്ഞപ്പോൾ ഇവര് ആ മൈക്കും വലിച്ചെറിഞ്ഞിട്ടിട്ട് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. കാണിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ വന്നിരിക്കുന്നതെന്ന രീതിയിൽ അന്ന് മുതൽ ആളുകൾ ഇവരുടെ വിശ്വാസ്യതയെ സംശയിച്ചാണ്. പിന്നീട് തുടരെ കുറെ അധികം നടന്മാരുടെ പേര് പറയുന്നു. ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് സംശയം തോന്നാനുള്ള ഒരു കാരണം,
എന്തുകൊണ്ടാണ് ഓരോ ദിവസം ഓരോരുത്തരുടെ പേര് പുറത്തേക്ക് വിടുന്നത്? ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ബ്ലാക്ക് മെയിലിംഗ് നടക്കുന്നുണ്ടോ? അപ്പൊ അതിനിടയിൽ വക്കീൽ വന്ന് പറയുന്നു, രസകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, ഞങ്ങളിങ്ങനെ ഈ വിവരം പുറത്തുവിടുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതെ പണം ഡിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ അവരോട് ചോദിക്കാതെ സാധനം എടുത്തു, അവരെ ഉണർത്തണ്ട എന്ന് കരുതി എടുത്തു, അല്ലാതെ ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അങ്ങനെ ഒരാളെ മുൻകൂട്ടി വിളിച്ച് പറയുന്നെങ്കിൽ അതൊരു ബ്ലാക്ക് മെയിലിംഗിന്റെ തുടക്കമാണെന്ന് മനസ്സിലാക്കാനായിട്ട് അത്യാവശ്യം കോമൺ സെൻസ് ഉള്ളവർക്കൊക്കെ മനസ്സിലാക്കും. അങ്ങനെ അവർ മെല്ലെ മെല്ലെ വിശ്വാസ്യത ഇല്ലാതാക്കി, പറയുന്ന ആരോപണങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. ആകെ അവർ കൊണ്ടുവന്നൊരു കാര്യം, ജയസൂര്യ ഇവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവര് കുറെ ഫോട്ടോസും വീഡിയോസും ആ സിനിമയിലെ രംഗങ്ങളും ഒക്കെ പുറത്തുവിട്ട് ജയസൂര്യ പറഞ്ഞത് കള്ളമാണ് എന്ന രീതിയിൽ പൊളിച്ചടിക്കുകയായിരുന്നു. അതാണ് ഇവർ കുറച്ച് തെളിവടക്കം ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇവർക്കത് ചെയ്യാതെ വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. കാരണം ആ സമയത്ത് ഇവരുടെ സോഷ്യൽ മീഡിയയിലേക്ക് നല്ല പൊങ്കാല ഇടുന്ന സമയമായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു പോക്സോ കേസ് ഇവർക്കെതിരെ വന്നു. ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ ഇവരുടെ വിശ്വാസ്യത തെളിയിക്കേണ്ട ഒരു ബാധ്യത ഇവർക്കുണ്ടായത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇതൊക്കെയായിട്ട് അവർ തപ്പിപ്പിടിച്ചു വന്നത്. പിന്നെ അനാവശ്യമായിട്ട് ബീന ആന്റണിയുമായിട്ടുള്ള ചർച്ച, ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെടാതെ ബീന ആന്റണിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നു, അതിന്റെ വിവാദത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ മൊത്തത്തിൽ ഈ വിഷയത്തിൽ ഇരകൾക്ക് ഉണ്ടായിരുന്നൊരു വിശ്വാസ്യത ഇവരെ പോലുള്ള ആളുകളൊക്കെ ചേർന്ന് നശിപ്പിച്ച് ഇല്ലാതാക്കി. സത്യത്തിൽ സ്ത്രീകളാണ് സ്ത്രീകൾക്കെതിരെ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു ഇവിടെ പ്രവർത്തിക്കേണ്ടത്. പുരുഷന്മാര് അല്ലെങ്കിൽ മറ്റേത് ലിംഗത്തിൽപ്പെട്ടവരായാലും ഇവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഇവര് തന്നെ കൂടെ നിന്ന് ഈ പെണ്ണുങ്ങളെ കാലെ വരെ നിലത്തടിക്കും. ആ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ ഒരു ഉപയോഗമില്ലാത്ത രീതിയിലേക്ക് പോയി. സർക്കാർ അതിനകത്ത് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല എന്ന് നമുക്ക് നേരത്തെ മനസ്സിലായതാണ്. കാരണം ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും ബഹളങ്ങളും നടന്നതിന് ശേഷം മാത്രമാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. എന്തൊക്കെ ന്യായീകരണം നടത്താൻ പറ്റുമോ ആ ന്യായീകരണം ഒക്കെ നടത്തി പുറത്തുവിടാതിരിക്കാൻ അവസാനം ഗത്യന്തരമില്ലാതെയാണ് ഈ സംഗതി പുറത്തുവിട്ടത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ടായി, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ടായി. അവർ പ്രധാനമായിട്ട് അന്വേഷിച്ചത് സിദ്ദിഖിന്റെ കേസാണ്. ആ കേസും ഇപ്പോൾ ഏകദേശം കല്ലത്തായ അവസ്ഥയിലാണ്. സിദ്ദിഖിന് നേരത്തെ താൽക്കാലികമായി ലഭിച്ച മുൻകൂർ ജാമ്യം ഇപ്പോൾ സ്ഥിരമാക്കി കൊടുത്തു. അതിൽ വലിയൊരു പങ്ക് വഹിച്ചത് ഈ വിശ്വാസ്യതയില്ലാത്ത അല്ലെങ്കിൽ ആളുകൾക്ക് മുഖവിലേക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു. കോടതിയിൽ അത് വാദമായിട്ട് വരികയും ചെയ്യില്ല. പ്രോസിക്യൂഷൻ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഇടാൻ ധൈര്യമുള്ള പെൺകുട്ടിക്ക് എന്തുകൊണ്ട് പോലീസുകാരുടെ അടുത്ത് പരാതി പറയാൻ കഴിയുന്നില്ല? അത്രമാത്രം മോശമാണോ നമ്മുടെ ക്രമസമാധാന സംവിധാനം എന്നൊരു ചോദ്യം ഉയർന്നു വന്നു. അതുകൂടാതെ ഇതുപോലെ അവിശ്വസനീയമായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ അവസരം മുതലെടുക്കുന്ന എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വന്നതോടുകൂടി ആരോപിതരാകുന്നവർക്ക് ഫേവറബിളായ ഒരു സാഹചര്യം ഉണ്ടായി. ഞാനിപ്പോൾ സംശയിക്കണം, എൻ്റെ സംശയം മാത്രമാണ്, എനിക്ക് തെളിവുകളൊന്നുമില്ല ഇതിന് പറയാനായിട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ദുർബലമാക്കാൻ വേണ്ടി മനഃപൂർവ്വം നടന്ന പൊറാട്ട് നാടകത്തിന്റെ ഫലമായിരുന്നു ഈ കാണിച്ചു കൂട്ടിയതെല്ലാം എന്ന്. കാരണം ഇത് നോക്കുക, പ്രധാനമായിട്ടും 4 കേസുകളാണ് നമ്മുടെ മുന്നിലാണ്. അല്ലാതെ ഒരുപാട് പേര് മുന്നോട്ട് വന്നെങ്കിലും പ്രധാനമായിട്ടും 4 കേസുകളാണ് ചർച്ച ചെയ്യപ്പെട്ടത്. 1 സിദ്ദിഖിനെതിരെ പരാതി നൽകിയ കേസ്, 2 ജയസൂര്യക്കെതിരെ പരാതി ഉന്നയിച്ച കേസ്, 3 വിവിധ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ച കേസ്, 4 നിവിൻ പോളിക്കെതിരെയുള്ള കേസ്. ഈ 4 എണ്ണത്തിൽ 3 എണ്ണവും ആളുകളുടെ വിശ്വാസ്യത ഇല്ലാതാക്കിയത്. അതായത് 75% കേസുകളും വിശ്വാസ്യത ഇല്ലാത്തതാണെന്ന് വരുത്തി തീർക്കാൻ ഇവരുടെയൊക്കെ ഈ ഇടപെടൽ കൊണ്ട് സാധിച്ചു. ഇനി ഒരു കേസായിട്ട് ഒരു പെൺകുട്ടി മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ലഭിക്കുന്ന വിശ്വാസ്യത വെറും 25% മാത്രമായിരിക്കും. അത് ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. വേട്ടക്കാർക്കൊക്കെ സൗകര്യമായി. വേട്ടക്കാർക്കൊക്കെ ഇനി നിർബാധം വേട്ട തുടരാം. കാരണം നാളെ ആരെങ്കിലും പരാതി പറഞ്ഞാലും ആളുകൾ ഇനി അത് മുഖവിലേക്ക് എടുക്കില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ആളുകൾ എത്ര സീരിയസോടെയാണ് ആ വിഷയത്തെ സമീപിച്ചത്, ആ സീരിയസ്നെസ് ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. വൈകി വന്ന നീതി എന്നൊക്കെ പറയുന്നത് പോലെ, വൈകി എന്ന് പറഞ്ഞാൽ നീതി ഇതുവരെ കിട്ടിയിട്ടില്ല, വൈകുന്തോറും നീതിയോടുള്ള വിശ്വാസം നമ്മൾക്ക് കുറയും. അതേപോലെ വൈകുന്തോറും ഇപ്പോൾ ഇരകളോടുള്ള വിശ്വാസങ്ങൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ശരിക്കും ഒരു പെൺകുട്ടിക്ക് ഇത് സംഭവിച്ചാലും ആ പെൺകുട്ടി വന്ന് തുറന്നു പറഞ്ഞാലും ആളുകള് ആ പെൺകുട്ടി ചങ്കു തുറന്നു കാണിച്ച് ചെമ്പരത്തിപ്പൂവല്ല എന്ന് തെളിയിക്കുന്നത് വരെ അതിന് വിശ്വസിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ എത്രയധികം തെളിവുകളുമായിട്ടാണ് സിദ്ദിഖിനെതിരെ പരാതി ഉന്നയിച്ച സ്ത്രീ വന്നത്. അവര് താമസിച്ച സ്ഥലം, ദിവസം, കഴിച്ച ഭക്ഷണം, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകളെല്ലാം ഉണ്ടായിട്ടും മുൻകൂർ ജാമ്യം സ്ഥിരമാക്കപ്പെട്ടു. എന്നുവെച്ചാൽ കേസ് തള്ളിപ്പോയെന്നല്ല, പക്ഷേ ഇത് ഇരകൾക്ക് നൽകുന്ന കോൺഫിഡൻസ് ഇല്ലാതാക്കി.
ഇനി ഒരാളും മുന്നോട്ട് വരാൻ പോകുന്നില്ല ഈ വിഷയം പറഞ്ഞിട്ട്. ഇനി ആരും വരാൻ പോകുന്നില്ല. വന്നാൽ തന്നെ അവർക്ക് അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ പോലും ജനങ്ങൾ അവരെ വിശ്വാസത്തിലെടുക്കാനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ ഞാൻ ഇരയാക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ വേദന അനുഭവിക്കേണ്ടി വരുമെന്നൊരു ചിന്താഗതി അവർക്കുണ്ടാവും. അവരാരും മുന്നോട്ട് വരില്ല. വേട്ടക്കാർക്ക് നിർബാധം വേട്ട തുടരാം. ആരും ഇല്ല എന്ന് പറയുന്ന കാര്യമല്ലല്ലോ ഈ കാസ്റ്റിംഗ് കൗച്ച്. അതുണ്ട് എന്ന രേഖാമൂലം നമ്മുടെ മുന്നിൽ വന്നു, വെളിപ്പെടുത്തലുമായി ആളുകൾ വന്നു. പക്ഷെ ഇപ്പോൾ അത് നനഞ്ഞ പടക്കമായി മാറി. ഇനി ഒരു പൊട്ടിത്തെറിയും ഉണ്ടാകാൻ പോകുന്നില്ല. ബിസിനസ് ആസ് യൂഷ്വൽ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. പഴയ പോലെ തന്നെ കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകും. എന്തായാലും ഈ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് ആത്മാർത്ഥതയുണ്ടായില്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ചില സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകളില്ല. പക്ഷേ ഈ കാര്യങ്ങളെ കാണുമ്പോൾ മനസ്സിൽ തോന്നുന്ന സംശയം അങ്ങനെയാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചതുമല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കാണിക്കാതിരുന്ന ആത്മാർത്ഥത മൂലം അനുഭവിക്കാൻ പോകുന്നത് നാളെ ഒരു തലമുറയാണ്. ഒരുപക്ഷെ നാളെ നിങ്ങളുടെ മക്കളുടെ മക്കളോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ, അങ്ങനെ ഒരു എത്തിക്സ് നിങ്ങളുടെ ഉള്ളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും പറഞ്ഞു പോവുകയാണ്. ഏതെങ്കിലും ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ, അങ്ങനെ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ അവർക്ക് ഇതുപോലൊരു ദുര്യോഗം നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ, നിങ്ങളെ കാണിച്ചു കൂട്ടിയതിൻ്റെയൊക്കെ ഫലമായിട്ട് കോടതി ആ പെൺകുട്ടിക്ക് സംശയത്തിന്റെ ആനുകൂല്യം പോലും നൽകില്ല എങ്കിൽ, അങ്ങനെ അതുപോലും ലഭിക്കാതെ, ജനങ്ങളുടെ നിന്ന് വിശ്വാസം ലഭിക്കാതെ, നിയമ സംവിധാനത്തിന് വിശ്വാസം ലഭിക്കാതെ തല കുനിഞ്ഞ് ഏതെങ്കിലും ഒരു പെൺകുട്ടി കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മാത്രമേ ഈ വേദന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. നിങ്ങൾ ഈ കാണിച്ചു കൂട്ടിയതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.